സുവിശേഷത്തിലെ ഓർമ്മപ്പെടുത്തൽ ശക്തമാണ്. അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾക്കായി സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. പിന്നീടുള്ള വായന നമ്മൾ പലവട്ടം ധ്യാനിച്ചിട്ടുള്ള കർത്താവിനെയും ധനത്തെയും ഒരുപോലെ ഒരേ മനസ്സോടെ സ്നേഹിക്കാൻ പറ്റില്ല എന്നുള്ള വലിയ ഓർമ്മപ്പെടുത്തലിന് പകരമായിട്ട് മറ്റൊരു ചിന്തയിലേക്ക് പോകുന്നത് നന്നായിരിക്കും. അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ എന്നുള്ള ആ രണ്ടാമത്തെ ഭാഗം, നിങ്ങൾ സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ, സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവിൻ. ഒന്നാമത്തെ വായന മുഴുവൻ പറഞ്ഞു വയ്ക്കുന്നത് പരസ്പരം അഭിവാദനം ചെയ്യുന്നതിനെ കുറിച്ച്, പരസ്പരം ചേർത്ത് പിടിക്കുന്നതിനെ കുറിച്ച്, പരസ്പരം വിശുദ്ധ ചുംബനം കൊടുക്കുന്നതിനെ കുറിച്ചൊക്കെയാണ്. നമ്മുടെ കുടുംബത്തിൽ ഈ പണത്തേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി അത്യാവശ്യം നിൽക്കുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ ഒരു ചേർത്ത് പിടിക്കലും ഈ ഒരു പരസ്പര സമാധാനം കൊടുക്കലും സ്നേഹചുംബനം കൊടുക്കലും ഒക്കെയാണെന്ന് തോന്നുന്നു. ഒന്ന് അഭിവാദനം ചെയ്യുന്ന കാര്യം ഇങ്ങനെ ഒഫീഷ്യലാവാനല്ല പറയണത്, നേരെ മറിച്ച് അമ്മയുടെ അടുത്ത് ചെന്നൊന്ന് കെട്ടിപ്പിടിക്കലൊരു അഭിവാദനമാണ്. അപ്പോൾ ഇന്നത്തെ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നത് ഒരു അഭിവാദനമാണ്. ഒരു സ്കൂളിലെ വിശേഷങ്ങൾ മക്കൾ പറയുന്ന നേരത്ത് അത് കേട്ടിരിക്കുന്നത് ഒരു അഭിവാദനവും പ്രോത്സാഹനവുമാണ്. പ്രയാസങ്ങളുമായിരിക്കുന്ന ഒരാളുടെ മുഖം കുനിഞ്ഞിരിക്കുമ്പോൾ ഒന്നും ചോദിക്കാതെ അയാളെ ചേർത്ത് പിടിക്കുന്നത് ഒരു അഭിവാദനമാണ്. ഇത് ഒന്നാമത്തെ വായന നമ്മളോട് മുഴുവൻ പറയുന്ന കാര്യം ഇതാണ്. ഏതോ നാട്ടിൽ കിടക്കുന്നൊരു മനുഷ്യൻ പല നാടുകളിലുള്ള മനുഷ്യർക്ക് കത്തെഴുതിയിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ ഇടയിൽ കഠിനാധ്വാനം ചെയ്ത മറിയത്തിനും വന്ദനം പറയുവിൻ, എൻ്റെ പ്രിയപ്പെട്ട എപ്പായിത്തോസിനെ അഭിവാദനം ചെയ്യും. എന്തൊരു വാക്കൊക്കെ അദ്ദേഹം ഉപയോഗിക്കണേ, എൻ്റെ പ്രിയപ്പെട്ട. ഓരോരുത്തരെയും എടുത്തു പറയുമ്പോൾ ഈ ഒരു മനുഷ്യന് പിന്നീട് പൗലോസ്ലീഹയോട് ഉണ്ടാകാവുന്ന ഒരു അടുപ്പവും സ്നേഹവും ആദരവും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. എൻ്റെ പ്രിയപ്പെട്ട എന്ന് പറഞ്ഞിട്ട് ഒരാളെ പേഴ്സണലൈസ് ചെയ്ത് വളരെ പേഴ്സണലി അഭിവാദനം ചെയ്യാണ്. ഈ ഒരു സ്നേഹം, ഈ ഒരു അടുപ്പം, ഈ ഒരു കരുതൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്നെങ്കിലൊന്നൊന്ന് ആലോചിച്ച് നോക്കണം. പിടുത്തിത്തരും. സ്നേഹചുംബനം കൊണ്ട് നിങ്ങൾ പരസ്പരം അഭിവാദനം ചെയ്യുവിൻ. അമ്മയ്ക്ക് ഉമ്മ കൊടുത്തിട്ട് എത്ര കാലമായി? അപ്പൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചിട്ട് എത്ര കാലമായി? അപ്പനും അമ്മയും കരം ചേർത്ത് പിടിച്ച് നിൽക്കുന്നത് മക്കൾ കണ്ടിട്ട് എത്ര കാലമായി?